അവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താണ്? അല്ലാഹുവിനെ വഞ്ചിക്കുകയാണ്. പിന്നെയോ വല്ലദീന ആമനൂ, വിശ്വസിച്ച ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളടക്കമുള്ള വിശ്വാസികളെ വഞ്ചിക്കുകയാണ്. വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും വമാ യശ്ഉറൂൻ. അവര് വഞ്ചിക്കുന്നത് അല്ലാഹുവിനെയാണെങ്കിലും അങ്ങനെ അവർക്ക് തോന്നുന്നുണ്ട് എങ്കിലും അവരെ യഥാർത്ഥത്തിൽ വഞ്ചിക്കുന്നത് അവരുടെ ശരീരത്തെ തന്നെയാണ് നബിയേ. വമാ യശ്ഉറൂൻ. അതവർക്ക് തിരിച്ചറിയാൻ ഇപ്പം കഴിയൂല. അത് അല്പം കഴിയുമ്പോ അവരുടെ അവസ്ഥ മനസ്സിലാകുമ്പോ അവർക്ക് തിരിച്ചറിയുമെന്ന് വിശുദ്ധ ഖുർആൻ അവരോട് വഅദ് പറഞ്ഞു കൊടുക്കുകയാണ്. വൈദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർളി. നിങ്ങൾ തിന്മകൾ പ്രചരിപ്പിച്ചു ഭൂമിയിൽ നിങ്ങൾ ഫസാദ് ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവര് പറയും ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. ഞങ്ങൾ നല്ലതിന്റെ ആൾക്കാരാണ്, ഞങ്ങൾ നന്മയുടെ ആൾക്കാരാണെന്ന് അവര് തിരിച്ചു മറുപടി പറയും. അവർക്ക് അല്ലാഹുവിന്റെ മറുപടിയാണ് അലാ, നിങ്ങൾ അറിയണം, ഇന്നഹും ഹുമുൽ മുഫ്സിദൂന വലാകിൻ ലാ യശ്ഉറൂൻ. നബിയേ, അവര് തന്നെയാണ് ഈ ഭൂമി ലോകത്ത് ഫസാദ് ഉണ്ടാക്കുന്നവർ. അവര് പക്ഷേ അത് തിരിച്ചറിയൂല. ഇത് ഞാനെന്തിനാ പറഞ്ഞത് എന്നറിയോ മുഅ്മിനീങ്ങളെ? നമ്മുടെ ജീവിതത്തിന്റെ അസ്ല് അസീൽ അടിത്തറയുടെ അടിത്തറയാണ് അൽ ഈമാനു ബില്ലാഹി വഫി റസൂലിഹി. അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുക എന്നുള്ളത്. ആ ഈമാൻ ഇല്ലെങ്കിൽ നമ്മുടെ നിസ്കാരം കൊണ്ട് കാര്യമില്ല, വെള്ള വസ്ത്രം കൊണ്ട് കാര്യമില്ല, തൊപ്പി കൊണ്ട് കാര്യമില്ല, കോടിക്കണക്കിന് രൂപ സംഭാവന ചെയ്തു കാര്യമില്ല, റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമല്ല. അല്ലാഹുവിന്റെ ഹബീബ് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഈ ഭൂമി ലോകത്ത് എന്തിനാണ് വന്നത്? അല്ലാഹു തആല തന്നെ പരിചയപ്പെടുത്തി. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജം മുനീറാ. നബിതങ്ങൾ വന്നത് അല്ലാഹുവിലേക്ക് വിളിക്കാൻ വേണ്ടിയാണ്, ഈമാൻ കാര്യത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ്. വസിറാജം മുനീറാ. നബിതങ്ങൾ നല്ല കത്തുന്ന വിളക്കായിരുന്നു. അതേപോലെ വേറൊരാൾക്ക് വെളിച്ചം പകർന്നു കൊടുക്കാൻ ശക്തിയുള്ള വിളക്കായിരുന്നു. സ്വയം മാത്രം കത്തുന്ന വിളക്കല്ല. വേറൊരാൾക്ക് വെളിച്ചം വേണമെങ്കിൽ ഹബീബായ ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ അവരുടെ അടുക്കൽ നിന്ന് 100 പ്രകാശം ലഭിക്കുമായിരുന്നു. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വസിറാജം മുനീറാ. അത് മാത്രമല്ല, നബി തങ്ങളുടെ പ്രത്യേകത വിശുദ്ധ ഖുർആൻ വീണ്ടും പറയാണ്. എന്റെ മുഅ്മിനീങ്ങൾ ഒരൊറ്റ മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കൂ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ പറയാണ് യാ അയ്യുഹൻ നബിയോ, നബിയേ ഇന്നാ അർസൽനാക ഷാഹിദൻ. നബിയെ, അങ്ങേ നമ്മൾ അയച്ചത് എന്തിനാണെന്നറിയോ? ഈ ഭൂമി ലോകത്ത് നന്മയും തിന്മയുമുണ്ട്. ഈ നന്മയുടെയും തിന്മയുടെയും ഇടയിൽ സാക്ഷി നിൽക്കാൻ, അത് കണ്ടുവരാൻ പറ്റിയ ഒരാൾ വേണം. അതിനാണ് നബിയെ അങ്ങേ നമ്മൾ നിയോഗിച്ചിട്ടുള്ളത്. അതിൽ നന്മ ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണം. തിന്മ ചെയ്യുന്ന ആളുകൾക്ക് നരകമുണ്ട് എന്ന് മുൻപേ അവരെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തണം. അതിനാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല ഇങ്ങോട്ടേക്ക് അയച്ചത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭീഷണിപ്പെടുത്തി. മുഖത്ത് അതാ ഇരുണ്ട മുഖം കാണിച്ച് ഒരു സ്ഥലത്തും അവിടുന്ന് ദഅവത്ത് ചെയ്തിട്ടില്ല. അവിടുത്തെ ശൈലിയെ പറ്റി വിശുദ്ധ ഖുർആൻ പറയാണ് ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈഹി
അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ അന്നത്തെ കാലത്തുണ്ടായിരുന്ന ആളുകളോട് പെരുമാറിയത് വളരെ ലോലമായ പെരുമാറ്റമാണ്, ലാളിത്യത്തോടുകൂടെയാണ്, വളരെ വിനയത്തോടുകൂടിയാണ്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബ് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുത്തെ വിശുദ്ധമാക്കപ്പെട്ട റഅ്സു ശരീഫ്, ആ റഅ്സു ശരീഫ് ഞാൻ എടുത്തു വരുമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ശത്രുപക്ഷത്തുണ്ടായിരുന്ന സമയത്ത് വിളിച്ചു പറഞ്ഞില്ലേ? പിന്നീട് നമ്മൾ കണ്ടത് എന്താണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് കിടക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഭാഗ്യം കൊടുത്തു. കാരണം അല്ലാഹുവിന്റെ ഹബീബ് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ സവിശേഷതയാണ്, അവിടുത്തെ വിനയമാണ്, അവിടുത്തെ സുഹൃദാണ്, അവിടുത്തെ ജീവിത ശൈലിയാണ്, സ്വഭാവ ഗുണവിശേഷണമാണ്. മറ്റുള്ളവരോട് ഹബീബായ ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ പെരുമാറി എന്നതിന്റെ ഫലമാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടത്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നബിയേ അങ്ങ് അസീസുൻ അലൈഹി മാ അൻതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അങ്ങ് എല്ലാവരോടും കൃപ കാണിക്കുന്ന നബിയാണ്, റഹീമുൻ കാരുണ്യമുള്ള നബിയാണ്. എന്നാലോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഒരാള് പിന്തുടർന്നാൽ ആ പിന്തുടർന്നവർ മുമ്പ് കഴിഞ്ഞുപോയ അതാ അംബിയാ മുർസലീങ്ങൾ അവരീ നബിയെ പരിചയപ്പെടുത്തിയത് അവർ കണ്ടെത്തുമെന്ന് വിശുദ്ധ ഖുർആൻ. ഇനി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യമായ ഡ്യൂട്ടി എന്താണ് ഈ ലോകത്ത്? അല്ലാഹു തആല പറയാണ്, യഅ്മുറുഹും ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് കൽപ്പിക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് വന്നത്. വയൻഹാഹും അനിൽ മുൻകരി, അതേപോലെ തന്നെ തിന്മയിൽ നിന്ന് അതാ വിരോധിക്കാൻ വേണ്ടിയാണ്. വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്, ഹലാലായ സംഗതികൾ, മനുഷ്യന് നന്മയുള്ള കാര്യങ്ങളെ ഹലാലാക്കി കൊടുക്കാനാണ്. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, തിന്മയായ കാര്യങ്ങളെ വിരോധിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് വയദഉ അൻഹും മിസ്റഹും വൽ അഗ്ലാല അല്ലതി കാനത് അലൈഹിം, അവരുടെ മേലുള്ള എല്ലാ പ്രശ്നങ്ങളെയും അല്ലെങ്കിൽ ചീത്തയായ കാര്യങ്ങളെയും അവരെ നിന്ന് അകറ്റി നിർത്താനാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭൂമി ലോകത്തേക്ക് വന്നത്. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുന്ന സമയത്ത് ഇമാമിങ്ങൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിന് കാരുണ്യമാണ്. അത് ഇമാമികൾ മാത്രമല്ലല്ലോ, വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തിയത് റഹ്മത്തായിട്ടാണ്. അതാണ് അവിടുന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അലം നശ്റഹ് ലക സ്വദ്റക, നബിയേ അങ്ങയുടെ ഹൃദയം, ആ ഹൃദയം നമ്മൾ വിശാലമാക്കി തന്നിട്ടില്ലേ നബിയേ? എന്നിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയാണ്, വവളഅനാ
അൻക വിസ്റക, അങ്ങയിൽ നിന്ന് തിന്മകളെ നമ്മൾ വിദൂരത്താക്കി തന്നിട്ടില്ലേ നബിയേ. ഇതിന്റെ അർത്ഥം പറഞ്ഞു ഇമാമിങ്ങൾ. അതാ നബിയെ അങ്ങയുടെ ഹൃദയം വിശാലമാക്കി തന്നു എന്ന് പറഞ്ഞാൽ ഇസ്ലാം കൊണ്ട് വിശാലമാക്കി തന്നു എന്നാണ്. മറ്റുള്ള ജനങ്ങളോട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാം, ആ ഇസ്ലാം പഠിപ്പിച്ചതനുസരിച്ച് ജനങ്ങളിൽ എത്തിക്കൽ കൊണ്ടാണ്. ചില പണ്ഡിതന്മാര് പറഞ്ഞു മഅനാഹു അലം നുതഹിർ ഖൽബക ഹത്താ ലാ യുദീകൽ വസ്വാസ്. നബിയെ അങ്ങേ ഒരു ശൈത്താനും പഴിപ്പിക്കാൻ കഴിയൂല, ഒരു വസ്വാസും അങ്ങേക്ക് ഇല്ലല്ലോ നബിയെ. ആ സംരക്ഷണം അല്ലാഹു തആല നൽകിയത് കൊണ്ടാണ്. അലം നശ്റഹ് ലക സദറക, അങ്ങയുടെ ഹൃദയം നമ്മൾ വിശാലമാക്കി തന്നിട്ടില്ലേ എന്ന് വിശുദ്ധ ഖുർആൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ വിളിച്ചിട്ട് ചോദിച്ചതു. അതിന്റെ ശേഷം വിശുദ്ധ ഖുർആൻ പറയാണ് വറഫഅനാ ലക ദിക്റക, നബിയേ അങ്ങയുടെ മഹത്വം, അങ്ങയുടെ ഓർക്കൽ, അതിന്റെ ഖദർ, അതിന്റെ സ്ഥാനം നമ്മൾ ഉയർത്തി തന്നു നബിയേ. ഇതിനെപ്പറ്റി ഇമാമിങ്ങൾ ചർച്ച ചെയ്യുമ്പോ പറഞ്ഞു, എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? നിങ്ങൾ അങ്ങയുടെ ദിക്റിനെ നമ്മൾ ഉയർത്തി തന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ ഓർക്കുന്ന സമയത്തൊക്കെ ഹബീബായ ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളവറുകളെയും ഓർക്കലാണ്. അതാണ് ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ പറഞ്ഞത് ഇദാ ദുകിർതു ദുകിർത മഈ, നബിയെ അങ്ങേ ഓർക്കുന്ന സമയത്തൊക്കെ, അല്ലെങ്കിൽ എന്നെ ഓർക്കുന്ന സമയത്തൊക്കെ അങ്ങയും ഓർക്കുന്നുണ്ട് നബിയേ. അതാണ് നമ്മൾ ശഹാദത്ത് കലിമയിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുവിനെ ഓർത്ത സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും നമ്മൾ ഓർക്കുകയാണ്. പള്ളിയിൽ വെച്ച് മുഅദ്ദിൻ അവറുകൾ നിസ്കാരത്തിലേക്ക് വരാൻ വേണ്ടി ബാങ്ക് വിളിക്കുന്നില്ലേ, എങ്കിലും അല്ലാഹുവിനെ ഓർക്കുന്ന സമയത്ത് അവിടുത്തെ ഹബീബായ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളവറുകളെയും ഓർക്കുന്നില്ലേ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ഹബീബിനെ ഓർക്കുന്നു. ഇത് ഉദ്ധരിച്ച ബഹുമാനപ്പെട്ട അബുൽ ഫദ്ൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞില്ലേ, ആദാ തഖരീറും മിനല്ലാഹി, ഇത് അല്ലാഹുവിൽ നിന്നുള്ള അംഗീകാരമാണ്. നദീമി നിഅമിഹി ലദൈ, അല്ലാഹുവിന്റെ ഹബീബ് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ വലിയ സ്ഥാനമാണത്. വശരീഫ മൻസിലതിഹി ഇൻദഹു വശരീഫി മൻസിലതിഹി ഇൻദഹു, അല്ലാഹുവിന്റെ അടുക്കലുള്ള വലിയ സ്ഥാനം, വലിയ മഹത്വം. വകറാമതിഹി അലൈഹി, അല്ലാഹു തആല അവന്റെ ഹബീബായ ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ അല്ലാഹു തആല ബഹുമാനിച്ച രൂപമാണിത്. ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു റഫഅ അല്ലാഹു ദിക്റഹു ഫിദ്ദുനിയ വൽ ആഖിറ, അല്ലാഹു തആല ഹബീബിന്റെ ബഹുമാനം ദുനിയാവിലെ മാത്രമല്ല ആഖിറത്തിലും അല്ലാഹു തആല ഉയർത്തി കൊടുത്തു. ഫലൈസ ഖതീബുൻ, ഒരു ഖതീബ് മെമ്പറിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരൂല, അല്ലെങ്കിൽ വയല് പറഞ്ഞു തീർക്കൂല. വലാ മുതശഹ്ഹിദുൻ, ഒരു തഹിയ്യാത്ത് ചൊല്ലുന്നവനും നിർത്തൂല. വലാ സാഹിബു സ്വലാത്തിൻ, ഒരു നിസ്കരിക്കുന്നവനും അവരുടെ വാക്ക് നിർത്തൂല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇത് പറയാത്ത ഖതീബില്ല, ഇത് പറയാത്ത നിസ്കരിക്കുന്നവനില്ല, ഇത് പറയാത്ത ഹജ്ജ് ചെയ്യുന്നവനുമില്ല. എല്ലാരും ഹബീബായ ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തേക്ക് പുകഴ്ത്തുകയാണ്. ഇനി നോക്കൂ നിങ്ങൾ, സൂറത്തു ആൽ ഇംറാനിൽ അല്ലാഹു പറഞ്ഞു വഅതിഉല്ലാഹ വർ റസൂൽ, നബിയേ
അങ്ങ് പറഞ്ഞു കൊടുക്കണം മുഅ്മിനീങ്ങൾക്ക്. ആ മുഅ്മിനീങ്ങൾ വഴിപ്പെടേണ്ടത് ആരെയാണ്? അല്ലാഹുവിനെയാണ്. പിന്നെ ആരെയാണെന്നറിയോ? വറസൂൽ, ഹബീബായ ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി. വേറൊരു സ്ഥലത്ത് സൂറത്തുൽ ഹദീദിൽ അല്ലാഹ് പറഞ്ഞു, ആമിനൂ ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ അല്ലാഹുവിലും അവന്റെ റസൂലിലും നിങ്ങൾ വിശ്വസിച്ചോളൂ. ഇവിടെ കണ്ടോ നിങ്ങൾ, അല്ലാഹുവുമായി ഏറ്റവും ബന്ധപ്പെട്ട വിഷയമാണ് അവനിലുള്ള വിശ്വാസം. രണ്ടാമത്തേതാണ് വഴിപ്പെടുക എന്നുള്ളത്. ഈ രണ്ട് വിഷയത്തിലും അല്ലാഹുവിന്റെ പേര് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ അല്ലാഹുവിനെ ചേർത്ത് പറയുന്ന സമയത്ത്, അതിന്റെ കൂടെ ചേർത്ത് പറയുന്ന ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് ഉദ്ധരിച്ച ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞില്ലേ, വലാ യജൂസു ജംഉ ഹാദൽ കലാമി, ഈ സംസാരത്തെ നമുക്ക് വേറൊരാളുടെ വിഷയത്തിൽ പറയാൻ പറ്റൂല. ഫീ ഗൈരി ഹഖ്ഖിഹി അലൈഹിസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിഷയത്തിലല്ലാതെ ഈ വാചകം നമുക്ക് പറയാൻ കഴിയില്ല. ഒരു നബിയെയും പറയാൻ കഴിയില്ല, ഒരു ഔലി വലിയിന്റെ കൂടെയും പറയാൻ കഴിയില്ല, ഒരു വ്യക്തിയെ കുറിച്ചും പറയാൻ കഴിയില്ല. കാരണം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സാധാരണ നബിയല്ല, സാധാരണ റസൂലല്ല, മനുഷ്യനാണ്. പക്ഷേ സാധാരണ മനുഷ്യനല്ല. അപ്പൊ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനുഷ്യനാണെന്ന് പറഞ്ഞാൽ ജിന്നല്ല, മലക്കല്ല, അതേപോലെ ശൈത്താനല്ല. അല്ലാഹുവിന്റെ ഹബീബ് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി അതാ മനുഷ്യനാണ്, പക്ഷേ നമ്മളെ പോലെയുള്ള മനുഷ്യനല്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹബീബിന്റെ ബഹുമാനം കൊണ്ട് നമ്മുടെ മുഴുവൻ പ്രശ്നങ്ങളും അല്ലാഹു തആല പരിഹരിച്ചു തരട്ടെ. അവിടുന്ന് സാധാരണ മനുഷ്യനല്ലല്ലോ. അവിടുത്തെ ജന്മദിനം, അവിടുത്തെ കഥ, ഈ ഭൂമി ലോകത്തേക്ക് വന്ന സംഭവം, അത് സാധാരണ സംഭവങ്ങളെ പോലെയല്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്രയാണ് പുകഴ്ത്തിയത്. ഇമാമികൾ അതാണ് പാടിയത്, അൻത തതുലു ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. അതാ അങ്ങ് ഗാലക്സികൾക്കിടയിൽ, ഒരുപാട് നക്ഷത്രങ്ങൾക്കിടയിൽ ചന്ദ്രൻ വെട്ടിത്തിളങ്ങും പോലെയാണല്ലോ നബിയെ ഞങ്ങൾക്കിടയിൽ അങ്ങ് വന്നത് നബിയെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ നൂറ് അല്ലാഹു തആല ഓരോ നബിമാരിൽ നിന്നും കൈമാറി കൈമാറി അല്ലാഹു തആല തെരഞ്ഞെടുത്തത് അവസാനം എവിടെയാണെന്ന് അറിയില്ലേ? ഇലാ ബത്നി ആമിന അതുഹരി ഫതാത്തിൻ ഫിൽ അറബി, അറബികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശുദ്ധിയുള്ള ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിലാണ് അല്ലാഹു തആല കണക്കാക്കി വെച്ചത്. അല്ലാഹുവിന്റെ ഹബീബ് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം, അല്ലെങ്കിൽ അവിടുത്തെ നൂറ് അതാ ആമിന ബീവിയുടെ ശരീരത്തിലേക്ക് കടന്ന സമയത്ത് ഇമാമികൾ പറഞ്ഞു, ഫഫുതിഹ അബ്വാബുൽ ജിനാൻ, സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ അല്ലാഹു തുറന്നു കൊടുത്തു. വതസയ്യനത്തിൽ ഹൂറു വൽ വിൽദാൻ, അതാ ചെറിയ കുട്ടികളും ഹൂറുലീങ്ങളും അവർ അലങ്കരിച്ചു നിന്നു. അപ്പോഴാണ് ആകാശത്തിരുന്നൊരു വിളി, അലാ ഇന്നൻ നൂറൽ മക്നൂന മിൻഹു സയ്യിദുൽ ബശരി ഫീ ബത്നി ആമിനത ഖദ് ഇസ്തഖറ. ഓരോ നബിമാരുടെ ശരീരത്തിൽ നിന്നും കൈമാറി കൈമാറി വന്ന അവിടുത്തെ പരിശുദ്ധമായ നൂറുണ്ടല്ലോ, അത്
ആമിന ബീബി റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിലെത്തി. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഇമാമികൾ എത്ര പറഞ്ഞു മുഅ്മിനീങ്ങളെ, ഇഹ്തസ്സൽ അർശു തറബൻ വസ്തിബ്ശാറ, സന്തോഷം കൊണ്ട് അർശ് വരെ കുലുങ്ങി എഴുതി വെച്ചില്ലേ. വസാദൽ കുർസിയു ഹൈബതൻ വവഖാറ വംതലഅത്തിസ് സമാവാതു അൻവാറ വദജ്ജത്തിൽ മലായികതു തഹ്ലീലൻ വസ്തിഗ്ഫാറ, മലക്കുകൾ തഹ്ലീൽ ചൊല്ലി ഇസ്തിഗ്ഫാർ ചൊല്ലി. സാധാരണ കാരണം ഈ ഗർഭം ചുമന്നത് ഏതെങ്കിലും ഒരു മനുഷ്യനെയല്ലല്ലോ. അവിടുന്ന് ഈ ലോകത്തേക്ക് വന്ന സമയം എഴുതി വെച്ചു ഇമാമിങ്ങൾ. വബറസ സല്ലല്ലാഹു അലൈഹി വസല്ലമ വാദിഅൻ യദൈഹി അലൽ അർളി, ഭൂമിയിൽ രണ്ട് കൈവച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമി ലോകത്തേക്ക് വന്നത്. റാഫിഅൻ റഅസഹു ഇലസ് സമാഇൽ അലിയ, ഉയർന്നു നിൽക്കുന്ന ആകാശത്തേക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകൾ ഉയർത്തിയിട്ടാണ് അവിടുന്ന് വന്നത്. എന്തേ കാരണം? ഞാൻ മടങ്ങേണ്ടതല്ലെങ്കിൽ എന്റെ രാജാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയവനാണെന്ന് സൂചിപ്പിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തേക്ക് വന്നത്. വവുലിദ സല്ലല്ലാഹു അലൈഹി വസല്ലം നദീഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ജനിച്ചു വീണെന്ന സമയത്ത് നല്ല ശുദ്ധിയോടുകൂടെയാണ്. മഖ്തൂനം മഖ്തൂഅസ് സുറത്തി ബിയദിൽ ഖുദ്റത്തിൽ ഇലാഹിയ, അവിടുത്തെ പൊക്കൽ കൊടി മുറിക്കപ്പെട്ടിട്ടാണ് വന്നത്. ത്വയ്യിബൻ, നല്ല വദാ സുഗന്ധത്തോടുകൂടെയാണ് ലോകത്തേക്ക് വന്നത്. ദഹീനൻ, അതാ മുടികളിൽ, അവിടുത്തെ മുടികളിൽ എണ്ണ ഇടപെട്ടിട്ടുണ്ട്. മഖൂലതൻ ബികുഹ്ലിൽ ഇനായതി ഐനാ, അവിടുത്തെ കണ്ണുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖദർ പ്രകാരം ആ കണ്ണുകളിൽ സുർമ എഴുതപ്പെട്ടിട്ടുണ്ട്. അവിടുന്ന് ഈ ലോകത്ത് വന്ന സമയത്ത് എന്തൊക്കെ അത്ഭുതങ്ങളാണ് വന്നത്, എന്തൊക്കെയാണ് സംഭവിച്ചത്. തിന്മകളുള്ള സ്ഥലങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തിൽ നിന്ന് മാറ്റി. കാരണം ബുശ്റാലി ഉമ്മതിഹി ബിറുയതി വജ്ഹിഹി അദാ ഹുവൽ ജാഹുൽ ലദീമുൽ ലസിയദു, അവിടുത്തെ മുഖം കാണുന്ന സമയത്ത് ഈ ഉമ്മത്തിന് സന്തോഷമാണ്. അവിടുന്ന് വരുന്ന സമയത്ത് തിന്മകളുടെ മുഴുവൻ അടയാളങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാട്ടിൽ നിന്ന് തുടച്ചു മാറ്റി എന്ന് വരെ ഇമാമിങ്ങൾ എഴുതി വെച്ചില്ലേ മുഅ്മിനീങ്ങളെ. ആ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഭംഗിയുള്ള നേതാവാണ്. അതാണ് ബഹുമാനപ്പെട്ട ബറാ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഖാല മാ റഅയ്തു മിൻ ദീ ലിമ്മത്തിൻ ഫീ ഹുല്ലത്തിൻ ഹംറാ അഹ്സന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തേക്കാൾ ഭംഗിയുള്ള ഒരു മുത്തിനെ ഞാൻ കണ്ടിട്ടില്ല, ഒരു പവിഴപ്പുറ്റിനെയും ഞാൻ കണ്ടിട്ടില്ല. അതാ നല്ല 14-ാം രാവിന്റെ അന്ന് സദാ സൂര്യനിൽ നിന്ന് വെളിച്ചം കെട്ടെടുത്തു, അല്ലെങ്കിൽ സൂര്യന്റെ വെളിച്ചം കൊണ്ട് വെട്ടിത്തിളങ്ങുന്ന അതാ ഖമറുണ്ടല്ലോ, അല്ലെങ്കിൽ ബദറുണ്ടല്ലോ, ആ ബദറിനേക്കാൾ ഭംഗിയാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ മഴയത്ത് നനയുന്ന ആളുകളുണ്ടെങ്കിൽ കുറച്ചും കൂടെ അടുത്തോട്ട് വരാൻ പ്രശ്നമൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് നല്ല റാഹത്തോടു കൂടി സദസ്സ് കേൾക്കാൻ. ആ ഭാഗത്തൊക്കെ നനവുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് കുറച്ച് മുന്നോട്ടേക്ക് വരാം. അല്ലാഹു തആല നമ്മുടെ സദസ്സ് ഖബൂലാക്കുമാറാകട്ടെ. ഇനി നോക്കൂ, ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹബീബിനെ പറ്റി പറയാണ്, മാ റഅയ്തു ശൈഅൻ അഹ്സന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഹബീബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ ഭംഗിയുള്ള ഒന്നിനെ ഞാൻ കണ്ടിട്ടില്ല നബിയേ. കാരണം കഅന്ന ശംസ തജ്രി ഫീ വജ്ഹിഹി, അവിടുത്തെ മുഖത്ത് സൂര്യൻ ഇങ്ങനെ ചുറ്റുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട്
നബിയേ. ഇനി ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹുവിന്റെ സാക്ഷ്യമാണ്. കാന വജ്ഹുഹു മിസ്ല സൈഫി. അവിടുത്തോട് ഒരാൾ വന്ന് ചോദിച്ചു, അതാ വാളുണ്ടല്ലോ, വാളിന്റെ വെളിച്ചം പോലെയാണോ അല്ലെങ്കിൽ വാള് പോലെയാണോ? അല്ല, അവിടുത്തെ മുഖം ബൽ മിസ്ല ശംസി വൽ ഖമരി, ചന്ദ്രനെയും സൂര്യനെയും പോലെയാണെന്ന് ജാബിർ ഇബ്നു സമുറ. മാത്രമല്ല വകാന മുസ്തദീറൻ, സൂര്യനെയും ചന്ദ്രനെയും പോലെ എന്ന് മാത്രമല്ല, ആ മുഖത്ത് ആ സൂര്യനും ചന്ദ്രനും ഇങ്ങനെ വട്ടം കറങ്ങി ചുറ്റും പോലെ ഞങ്ങൾക്ക് തോന്നാറുണ്ട്. ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ ബഹുമാനം പറയുമ്പോ പറഞ്ഞു, അജ്മലുൻ നാസി മിൻ ബഈദ്, ദൂരെ നിന്നൊരാള് നോക്കിയാലും ഭംഗിയുള്ളത് ഹബീബ് നബി തങ്ങളാണ്. വഅഹ്ലാഹു അഹ്സനുഹു മിൻ ഖരീബ്, ഇനി ഒരാൾ അടുത്ത് നിന്ന് നോക്കിയാലോ അതിലും ഭംഗിയുള്ളത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതാണ് അബൂ ഹാല റളിയല്ലാഹു അൻഹു പറഞ്ഞത്, യതലഅലു വജ്ഹുഹു തലഅലുൽ ഖമരി ലൈലത്തൽ ബദ്രി. 14-ാം രാവിന്റെ അന്ന് അതാ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ചന്ദ്രനുണ്ടല്ലോ, ആ ചന്ദ്രൻ എത്ര പ്രകാശമുണ്ട്, അതിനേക്കാൾ പ്രകാശപൂരിതമാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതാണ് ഇമാമിങ്ങൾ പാടിയത്, ഉലിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു വന്നൂറു മിൻ വജനതിഹി യതവഖദു. ആ ഹബീബിനെ പോലെ ഒരാള് ഈ ലോകത്ത് വരാനില്ല. അവിടുത്തെ നൂറ് അത് വെട്ടിത്തിളങ്ങുന്ന നൂറാണ്. അത് സാധാരണ മേക്കപ്പെട്ട നൂറല്ല, അത് അല്ലാഹുവിന്റെ സംരക്ഷണമാണ്. അവരിൽ നിന്നുള്ള പ്രത്യേകമായ നൂറാട് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുത്തെ സദസ്സിൽ ഒരാള് മുഅ്മിനായി അവിടുത്തെ സദസ്സിലിരുന്നാൽ അവര് സ്വഹാബി എന്ന് പറയുന്ന വലിയ സ്ഥാനത്ത് വന്നില്ലേ? സഹാബി എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെയാണോ? അവരുടെ ജീവിതം നമ്മളുടെ ജീവിതം പോലെയാണോ? ആ സഹാബികളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്ഹാബി കന്നുജൂം, എന്റെ സഹാബികൾ അവര് നക്ഷത്ര തുല്യരാണ്. നിങ്ങൾ അവരിൽ ആരെ പിന്തുടർന്നാലും നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടിയവരാണെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചില്ലേ മുഅ്മിനീങ്ങളെ? ആ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല പ്രത്യേകം തെരഞ്ഞെടുത്തു എന്നതിനു പുറമെ അവിടുത്തേക്ക് അല്ലാഹു തആല പ്രത്യേകമായ തൗഫീഖ് കൊടുത്തു എന്നതിന് പുറമെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതം മുഴുവനും റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, റബ്ബിന്റെ റിള കിട്ടാൻ വേണ്ടി അവിടുന്ന് അധ്വാനിച്ചു ജീവിച്ചു. അതാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഹ്സനൻ നാസി ഖുലുഖാ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള നബിയാണ്. അതേപോലെ ബഹുമാനപ്പെട്ട സഫിയ ബിൻത് ഹുയൈ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബി തങ്ങളെക്കാൾ നല്ല സ്വഭാവമുള്ളവരെന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അതാണ് അവിടുന്ന് പറഞ്ഞത്, ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി വഅന ഖൈറുക്കും ലിഅഹ്ലി, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവർ അവരുടെ കുടുംബത്തിനെ നല്ല രീതിയിൽ പെരുമാറുന്നവരാണ്, അവരെ പരിഗണിക്കുന്നവരാണ്. നിങ്ങളെക്കാൾ കുടുംബത്തിനെ പരിചയിക്കുന്നതിൽ ഞാനാണ് ഉത്തമരെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നബിതങ്ങളെ കുറിച്ച് ആയിഷ ബീവി പറഞ്ഞില്ലേ, കാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി, അവിടുന്ന് വീട്ടിൽ അവിടുത്തെ കുടുംബത്തിനെ സഹായിക്കാൻ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു. പിന്നെയോ അവിടുന്ന് സ്വന്തം വസ്ത്രം വീട്ടിൽ നിന്ന് തുന്നാറുണ്ടായിരുന്നു. അവിടുത്തെ ചെരുപ്പ് അവിടുന്ന് തന്നെ ഉപയോഗിക്കാറുണ്ടായിരുന്നു. അവിടുന്ന് തന്നെ പറഞ്ഞില്ലേ, ഇന്ന മിൻ അഅ്ളമിൽ ഉമൂരി അജ്റൻ അൻ-നഫഖതു അലൽ അഹ്ലി. എന്റെ കുടുംബത്തിന് ചെലവഴിക്കുന്നതിൽ, ആ കുടുംബത്തിന് ചെലവഴിക്കുന്നതിൽ ഏറ്റവും നല്ലതാണ്, അല്ലെങ്കിൽ കുടുംബത്തിന് ചെലവഴിക്കുന്നതാണ് നിങ്ങൾ ചെലവഴിക്കുന്ന ഏത് വിഷയത്തിനേക്കാൾ അല്ലാഹു തആല കൂടുതൽ കൂലി തരുന്നത് എന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മളെപ്പോലെ കല്യാണം കഴിച്ച് നിക്കാഹ് ചെയ്ത് ഭാര്യമാരോടൊപ്പം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ പോലെയുള്ള ജീവിതമല്ല, നമ്മളെ പോലെയുള്ള ജീവിതമല്ല. അവിടുത്തെ ജീവിതത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ചില ഇമാമിയങ്ങൾ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയുടെ മിഹ്റാബിൽ നിൽക്കുന്ന സമയത്ത് അവിടുന്ന് നിസ്കാരത്തിനു വേണ്ടി കൈകെട്ടിയാൽ മുൻഭാഗത്ത് നോക്കിയാൽ കിലോമീറ്ററുകൾക്കോളം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണാൻ കഴിയും. ആ കാണുന്നത് പോലെ തന്നെ പിന്നോട്ട് നോക്കിയിട്ടില്ലെങ്കിലും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണാൻ കഴിയും. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തേക്ക് വഹി വരുന്ന സമയത്ത് വലിയ ശബ്ദം ഞങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ, ബഹുമാനപ്പെട്ട സഹാബികൾ പറഞ്ഞ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ആർക്കെങ്കിലും വഹി വരാറുണ്ടോ? ഇല്ല. നമ്മൾ ആരെങ്കിലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നത് പോലെ നമ്മൾ കാണാറുണ്ടോ? ഇല്ല. അവിടുത്തെ കാഴ്ച പോലെയോ അവിടുത്തെ കേൾവി പോലെയോ നമ്മുടെ കേൾവിയില്ല. നമ്മുടെ സ്പർശന ശേഷി അത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ സ്പർശന ശേഷി പോലെയല്ല. നമുക്ക് ചെറിയ ശക്തിയെ അല്ലാഹു തആല നമുക്ക് തന്നിട്ടുള്ളൂ. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല വലിയ സ്ഥാനങ്ങൾ കൊടുത്തു, വലിയ കഴിവുകൾ കൊടുത്തു. ഞാൻ അതിലേക്ക് ദീർഘിച്ച് സംസാരിക്കുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബിന് ഖിദ്മത്ത് ചെയ്ത അവിടുത്തെ ഭാര്യമാർ, ആ ഭാര്യമാര് പറയുന്നു, ഹബീബ് ഒരാളെയും ജീവിതത്തിൽ അടിച്ചിട്ടില്ല. വലാ ഫാഹിഷൻ വലാ മുതഫഹിഷൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളോടും ചീത്ത പറഞ്ഞിട്ടില്ല. ചീത്ത ചെയ്യുന്ന ആളുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വലാ യജ്സി ബിസ്സയ്യിഅതി അസ്സയ്യിഅത. ഒരാൾ ഇങ്ങോട്ട് എന്തെങ്കിലും തിന്മ ചെയ്താൽ അതിന് പകരം ഹബീബായ നബി തങ്ങൾ അങ്ങോട്ട് തിന്മ ചെയ്യൂല. വലാകി യഅഫു വയസ്ഫഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവർക്കും പുറത്തു കൊടുക്കുന്ന മഹാനാണ്, ലോകത്തിന്റെ കാരുണ്യമാണ്. അർ-റഹ്മത്തുൽ മുഹ്ദാദ് മുഹമ്മദുർ റസൂലുള്ളാഹി. മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, മാ സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളോട് ഒരു വിഷയത്തിനെ പറ്റിയും ഒരാൾ ചോദിക്കൂല. ശൈഅൻ ഖത്തു ഫഖാല ലാ. അതിന് നോ എന്ന്, ഇല്ല, കഴിയൂല എന്ന് ഹബീബായ നബി തങ്ങൾ പറയാറില്ല. അതേപോലെ ഒരാൾ ഒരു കാര്യം ചെയ്താൽ നീ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, ഇങ്ങനെ ചെയ്തുകൂടായിരുന്നോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരാശയുടെ വാക്കുകൾ പറയൂല. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൂടായിരുന്നോ, ഇങ്ങനെ എന്തുകൊണ്ട് ചെയ്തുകൂടാ, ഇങ്ങനെയുള്ള നിരാശയുടെ വാക്കുകൾ ഹബീബ് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയാറില്ല. നാളത്തേക്ക് വേണ്ടി ഒരു വിഷയവും അവിടുന്ന് സൂക്ഷിച്ചു വെക്കാറില്ല. കാരണം അവിടുന്ന് ലോകത്തിൽ
ലോകത്തിന്റെ നേതാവാണ്. നാളെ എന്ത് കഴിക്കണം, നാളെ എന്ത് കഴിക്കണ്ട, അതല്ല നമ്മളെ പഠിച്ച അല്ലാഹുവിന്റെ അടുക്കലാണല്ലോ. അവനാണല്ലോ എനിക്ക് ഭക്ഷണം തരുന്നവൻ, അവനാണല്ലോ എനിക്കെല്ലാം തരുന്നവൻ. അവൻ എന്ത് തന്നാലും ഞാനത് സ്വീകരിക്കുമെന്ന അർത്ഥത്തിൽ ഹബീബ് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് എത്രയാണ് അതാ നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നത്. അവിടെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികൾ അവിടുത്തെ ബഹുമാനിച്ചു. അനസ് തങ്ങൾ പറഞ്ഞില്ലേ, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ അവിടുന്ന് ഒരാളെയും എന്നെ ജീവിതത്തിൽ അടിച്ചിട്ടില്ല, ഒരു ഖാദിമിനെയും അടിച്ചിട്ടില്ല, ഒരു പെണ്ണിനെയും അടിച്ചിട്ടില്ല, അതാ ഒരു അനുയായിയും അടിച്ചിട്ടില്ല. തന്റെ കൂടെയുള്ള ഒരാളെയും ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിച്ചിട്ടില്ല. അവിടെയാണ് അവിടുത്തെ അനുയായികളുടെ ബഹുമാനം, ആ ബഹുമാനം നേടിയെടുക്കുന്നതിൽ വിജയിച്ചത്. അവിടുന്ന് പറഞ്ഞില്ലേ, ഇന്നീലം ഉബഅസലആനൻ, ഞാൻ ജനങ്ങളെ ശപിക്കാൻ വേണ്ടി വന്ന നേതാവല്ല, ഞാൻ ഈ ലോകത്ത് വന്നത് റഹ്മത്തായിട്ടാണെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് നമ്മളെ പഠിപ്പിച്ചില്ലേ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ കണ്ടില്ലേ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ ബഹുമാനം, അവിടുത്തെ അനുയായികൾ അവിടുത്തെ എത്രയാണ് സ്നേഹിച്ചത്. അതാ ശത്രുപക്ഷത്തു നിന്നുള്ള ഒരു കൂട്ടം ആളുകൾ ഹബീബിനെ സന്ദർശിക്കാൻ വേണ്ടി വന്നിട്ട് തിരിച്ച് അവരുടെ നേതാക്കന്മാരുടെ അടുക്കൽ പോയിട്ട് പറയാണ്, വല്ലാഹി ലഖദ് വഫത്തു അലൽ മുലൂക്കി, ഞാൻ വലിയ വലിയ രാജാക്കന്മാരുടെ അടുക്കലേക്ക് ദൂതന്മാരായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ ഫവല്ലാഹി വല്ലാഹി മാ റഅയ്തു മലികൻ യുഅല്ലിമുഹു അസ്ഹാബുഹു മാ യുഅല്ലിമു അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദാ. ഹബീബായ നബി തങ്ങളുടെ അനുയായികൾ അവിടുത്തെ ബഹുമാനിക്കുന്നത് പോലെ ഒരനുയായിയും അവരുടെ രാജാവിനെയോ അവരുടെ നേതാവിനെയോ അവരുടെ സൈനിക നേതാവിനെയോ അവര് നേതാതാ ബഹുമാനിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. അതിന്റെ കടുപ്പം എത്രയെന്നറിയോ മുഅ്മിനീങ്ങളെ? വല്ലാഹി ഇൻ തനഖമനു ഖാമദൻ ഇല്ലാ വഖഅത ഫീ കഫി റജുലിൻ മിൻഹും, അവിടുന്ന് പുറത്തേക്ക് തുപ്പിയാൽ അത് ഭൂമി ലോകത്ത് വീഴൂല. കാരണം അവിടുത്തെ ഉമിനീർ അത് സാധാരണ ഉമിനീറല്ല, സാധാരണ ഉമിനീരല്ല, അത് വീഴുന്നത് ബഹുമാനപ്പെട്ട അതാ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന അവിടുത്തെ അനുയായികളുടെ കയ്യിലാണ്. അവിടുത്തെ അതിൽ ചില ഇമാമിങ്ങൾ അല്ലെങ്കിൽ ചില സ്വഹാബികൾ ആ ഉമിനീര് കയ്യിൽ കിട്ടിയിട്ട് അവരുടെ ശിഫയ്ക്ക് വേണ്ടി അത് ഉപയോഗിച്ചില്ലേ. ബഹുമാനപ്പെട്ട സഅദുൻ ദീനു തഫ്താസാനി അടക്കമുള്ള മഹാന്മാർക്ക് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ ഉമിനീരിന്റെ ബറകത്ത് അവരുടെ ജീവിതത്തിൽ വന്നില്ലേ. വീണ്ടും അവര് പോയിട്ട് പറയാണ്, വൈദാ തവല്ലാ കാദൂ യഖ്തതിലൂന അലാ വദൂഇഹി, ആ നബി സല്ലല്ലാഹു അവരുടെ നേതാവ് വദുവെടുത്ത വെള്ളത്തിന്റെ ബാക്കി വെള്ളം അതിനുവേണ്ടി അനുയായികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടുകയാണ്. ചില സഹാബികൾ മറ്റൊരു സഹാബി ഉപയോഗിച്ച വെള്ളത്തിന്റെ ബാക്കി അവരുടെ കൈയിന്റെ മേലെ ചെറിയ നനവുണ്ടെങ്കിൽ അതിന്റെ മേലെ സ്പർശിച്ചിട്ട് അവരുടെ ശരീരത്തിൽ മുഴുവൻ തടവി. കാരണം അതുകൊണ്ട് എനിക്ക് ശിഫ കിട്ടിയാലോ എന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റെടുത്ത അവിടുത്തെ സ്നേഹിച്ച ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ കാണിച്ചു തന്നില്ലേ, സഹാബികൾ കാണിച്ചു തന്നില്ലേ. കണ്ടില്ലേ താബീങ്ങളുടെ ബഹുമാനം, കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ആ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനം എത്രയാണ്. ബഹുമാനപ്പെട്ട ഖാലിദ് റളിയല്ലാഹു അൻഹു കിടക്കാൻ നോക്കുമ്പോ ഇവിടുന്ന് പറയാണ്, ഉമ്മസുലി വഫസുലി വഇലൈഹിം
يحن قلبي طال شوقي إليهم. എനിക്ക് ഹബീബായ ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ ഒന്ന് കാണണം, അതിനുള്ള ആഗ്രഹം മനസ്സിലുണ്ട്. അതുകൊണ്ട് റബ്ബേ ഫഅജ്ജിൽ റബ്ബി ഖബ്റി ഇലൈക, നിന്നിലേക്ക് മടങ്ങി വരാനുള്ള റൂഹൊന്ന് നീ പിടിക്കുമോ അല്ലാ. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എനിക്കെന്റെ ഹബീബിനെ ഒന്ന് കാണാലോ എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖാലിദ് റളിയല്ലാഹു അൻഹു സ്നേഹം പ്രകടിപ്പിച്ചില്ലേ? കണ്ടില്ലേ ബഹുമാനപ്പെട്ട സയ്യിദുനാ മാലിക് റളിയല്ലാഹു അൻഹു. ആ മാലിക് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ സ്നേഹിച്ച മഹാനാണ്. ബഹുമാനപ്പെട്ടവര് ഹദീസ് പറയുന്ന സമയത്ത് അവിടുന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർത്തിട്ട് അവിടുത്തെ നിറം മാറിപ്പോയി എന്ന് വരെ ബഹുമാനപ്പെട്ട മുസ്അബ് ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം. മുഹമ്മദ് ബിനുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു, ആ മുഹമ്മദ് ബിനുൽ മുൻകദിർ റളിയല്ലാഹു അൻഹുവിനോട് ഏത് ഹദീസ് ചോദിച്ചാലും ഹബീബിനെ ഓർത്തിട്ട് കരയാറുണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാമികൾ എഴുതി വെക്കുന്നു. അബ്ദുറഹ്മാൻ ബിൻ ഖാസിം റളിയല്ലാഹു അൻഹു ഹബീബിന്റെ പേര് പറഞ്ഞാൽ പിന്നെ വായ അവിടുത്തെ സംസാരിക്കുന്ന നാവിൽ വെള്ളമുണ്ടാകൂല. കാരണം ഹൈബത്തൻ മിൻ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ബഹുമാനമാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഹദീസ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വരുമ്പോ കുളിച്ച് വൃത്തിയായി സുഗന്ധം പൂശി നല്ല തലയെക്കെട്ട് കെട്ടി അതിന്റെ മേലെ വലിയ ഒരു അതാ തട്ടമിട്ട് അതാ അവിടുന്ന് ഹബീബ് അതാ ബഹുമാനപ്പെട്ട മാലിക് റളിയല്ലാഹു അൻഹു വലിയ ഒരു സ്റ്റേജിന്റെ മേലെ കയറി നിന്ന് ഖുശൂഓടുകൂടി ഊദ് പുകയിച്ചിട്ടാണ് ഹദീസ് പറയാറുള്ളത്. കാരണം ഈ ഹദീസ് സാധാരണ ഹദീസല്ല, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളവരുടെ ഹദീസാണ്. അതിനോട് നമുക്ക് ബഹുമാനം വേണം, അതിനോട് നമുക്ക് ഇഷ്ടം വേണം, അതിനോട് നമുക്ക് വലിയ കടപ്പാടുണ്ടെന്ന് അറിയിക്കുന്ന രൂപത്തിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അവിടുന്ന് കാണിച്ചു തന്നില്ലേ? അതല്ലേ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സമയത്തോ ബഹുമാനപ്പെട്ട ഹബീബായ നബി തങ്ങളെ ചുറ്റും അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ്. ഇത് കണ്ടപ്പോ ഖുറൈശി തറവാടിലുള്ള വലിയ വലിയ കാഫിരീങ്ങൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പിടികൂടി. അവര് റസൂലുള്ളാഹിനെ ഉപേക്ഷിച്ചു. അബൂബക്കർ തങ്ങളെ പിടികൂടിയിട്ട് വളറബൂഹു ബിനിആലിഹിം, ആ അബൂബക്കർ തങ്ങളെ അവരവരുടെ ചെരുപ്പ് കൊണ്ടടിച്ചു. അടി എന്ന് പറഞ്ഞാ ഏതടി എന്നറിയോ മുഅ്മിനീങ്ങളെ? ബഹുമാനപ്പെട്ട സയ്യിദുനാ അതാ ഇബ്നു ഹിശാമുൽ അൻസാരി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, അടിയുടെ ശക്തി കൊണ്ട് അതാ അവിടുത്തെ വായയും മൂക്കും തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതാ സഖത മഗ്ശിയൻ അലൈ, ഭൂമിയിൽ അതാ ബോധരഹിതനായി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വീണു. അവരൊക്കെ അദ്ദേഹം അതാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോയി എന്നാണ് കരുതിയത്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ അല്പം കഴിഞ്ഞ് അതാ ബോധം തിരിച്ചു കിട്ടിയപ്പോ അവിടുന്ന് ആദ്യമായി ചോദിക്കുന്നത് എന്താണെന്നറിയോ മുഅ്മിനീങ്ങളെ? മാ ഫഅല റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഇല്ല, അവിടുന്ന് ഖൈറാണെന്ന് പറഞ്ഞപ്പോ എനിക്കൊന്ന് അവിടുത്തെ മുഖം കാണണമെന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടില്ലേ മുഅ്മിനീങ്ങളെ? ഇത് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നുള്ള സ്നേഹമാണ്. ആ സ്നേഹത്തിന് ഒരു വിഷയത്തിനും തടുക്കാൻ കഴിയൂല. അതല്ലേ ബഹുമാനപ്പെട്ട സദാ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു
റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങൾ യമനിലേക്ക് യാത്രയാക്കുന്നതിന്റെ മുമ്പ് മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് റസൂലുള്ള വന്നിട്ട് പറയാണ്, യാ മുആദ്, ഓ മുആദേ, ഇന്നക അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹദാ, അടുത്ത വർഷം മുആദേ ചിലപ്പോൾ നിങ്ങൾ എന്നെ കണ്ടുകൊള്ളണമെന്നില്ല. വലഅല്ലക അൻ തമുറ ബിമസ്ജിദി ഹദാ, ഈ റൗദാ ശരീഫിന്റെ അടുത്തുകൂടെ അല്ലെങ്കിൽ ഈ പള്ളിയുടെ അടുത്തുകൂടെ എന്റെ ഖബറിന്റെ അടുത്തുകൂടെ നിങ്ങൾ അടുത്ത വർഷം നടന്നു പോയേക്കാം മുആദ്. ഇത് കേട്ടപ്പോ ഹബീബിനെ സ്നേഹിച്ച, അവിടുത്തേക്ക് ഈമാനുള്ള, അവിടുത്തേക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹബ്ബത്ത് മനസ്സിലുള്ള മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളുടെ മുന്നിൽ നിന്ന് പൊട്ടിയങ്ങ് കരഞ്ഞു. നബിയെ അങ്ങ് വിട്ടുപിരിയുകയാണോ? മുഹമ്മദ് അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വേണ്ടി അതാ സ്വലാത്തു ചൊല്ലിയാൽ നമുക്ക് വേണ്ടി അവിടുന്ന് അതാ നമുക്ക് വേണ്ടി അവിടുന്ന് വാഗ്ദാനം ചെയ്തത് അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, മൻ സ്വല്ല അലാ മുഹമ്മദിൻ വഖാല അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ, എന്നിട്ട് ഒരാൾ ദുആ ചെയ്താൽ വജബതു ലഹു ശഫാഅതി, എന്റെ ശഫാഅത്ത് കിട്ടുമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാനി മുഖ്തഹിബി. ആ ഹബീബിന്റെ അടുക്കൽ നിന്നാണ് നാളെ ആഖിറത്തിൽ നമുക്ക് അതാ ശഫാഅത്ത് കിട്ടാനുള്ളത്. ആ ശഫാഅത്ത് കിട്ടണമെങ്കിൽ അവിടുത്തേക്ക് സ്വലാത്ത് ചൊല്ലിക്കോളൂ. അവിടുന്ന് വീണ്ടും പറഞ്ഞു, ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാ, നാളെ ഖിയാമത്ത് നാളിൽ ഞാനുമായി ഏറ്റവും ബന്ധപ്പെടുന്നവർ, ഞാനുമായി ഏറ്റവും ബന്ധമുള്ളവർ എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയവരാണെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുത്തേക്ക് ഒരാൾ സലാം പറഞ്ഞാൽ സ്വലാത്ത് ചൊല്ലിയാൽ റദ്ദല്ലാഹു അലയ്യ റൂഹി, അല്ലാഹു തആല എന്റെ റൂഹ് തിരിച്ചു തരും. അത്താറുദ്ദ അലൈഹിസ്സലാം, ഞാൻ അവർക്ക് സലാം മടക്കുന്നത് വരെ എന്ന് ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു 2041 ഹദീസായി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അതേപോലെ മലക്കുകൾ ഇങ്ങനെ വിളിച്ചു പറയും, നബിയേ, ഇന്ന ഫുലാൻ ഇബ്നു ഫുലാനിൻ, കൊണ്ടോട്ടിയിലുള്ള ഇന്നാൾ ഇന്ന വ്യക്തി സ്വല്ലാ അലൈക സഅ, ഇത്ര സമയം അങ്ങേക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലി നബിയേ എന്ന് മലക്കുകൾ ഇങ്ങനെ വിളിച്ചു പറയുമെന്ന് വരെ ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ എഴുതി വെച്ചില്ലേ. റസൂലുള്ളാഹിന്റെ പേരിൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ അവരുടെ ദുആ അല്ലാഹ് സ്വീകരിക്കൂല. അതാണ് അല്ലാഹ് പറഞ്ഞത്, ലതുമിനു ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കണം. വതുഅസ്സിറൂഹു വതുവഖിറൂഹു, അവസാനം പറഞ്ഞു വതുസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ, രാവിലെയും അതാ വൈകുന്നേരവും നിങ്ങൾ ദിക്ർ ചൊല്ലിക്കോളൂ. ഇതിന്റെ അർത്ഥം പറഞ്ഞു ചില ഇമാമികൾ, അതിന്റെ അർത്ഥം നിങ്ങൾ രാവിലെയും വൈകുന്നേരവും സ്വലാത്ത് ചൊല്ലിക്കോളൂ. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ അവരെ അല്ലാഹു തആല തിന്മയിൽ നിന്ന് നന്മയിലേക്ക് നയിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. ഇനി നോക്കൂ, ഹബീബായ നബി തങ്ങൾ പറയാണ്, വറഅയ്തു റജുലൻ മിൻ ഉമ്മതി, ഞാൻ എൻ്റെ സമുദായത്തിലുള്ള ഒരാള് അവരതാ സിറാത്ത് പാലത്തിന്റെ മേലെ നടന്നു പോവുകയാണ്. യസ്ഹഫു അല സിറാത്ത് യഹ്ബു അഹ്യാനൻ വയതഅല്ലഖു അഹ്യാനൻ, ചില സമയത്ത് ആ സിറാത്ത് പാലത്തിൽ നിന്ന് തെന്നി പോകുന്നുണ്ട്, ചില സമയത്ത് അവർ പിടിച്ചു നിൽക്കുന്നുണ്ട്. വലിയ ബേജാറിലാണ് ആ വ്യക്തി. ആ വ്യക്തിയെ സഹായിക്കാനുണ്ട് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുന്ന് തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഫജഅതുഹു സലാത്തുഹു അലയ്യ, അവരുടെ പേര്
പേരിൽ സഹായിക്കാൻ വേണ്ടി അവൻ എൻ്റെ പേരിൽ ചൊല്ലിയ സ്വലാത്തുണ്ടല്ലോ, അത് സിറാത്തു പാലത്തിന്റെ അടുക്കൽ സഹായിക്കാൻ വേണ്ടി വരികയാണ്. അവരെ ആ സ്വലാത്ത് പാലത്തിന്റെ മേലെ സ്ഥിരപ്പെടുത്തി കൊടുക്കുന്നു. ആ സ്വലാത്ത് ആ വ്യക്തിയെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതാണ് ഇമാമിങ്ങൾ പാടിയത്. ഹുവൽ ഹബീബുല്ലദി തുർജാ ശഫാഅതുഹു. അത് ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിൽ മാത്രമല്ല, സിറാത്ത് പാലത്തിന്റെ മേലെ നടക്കുമ്പോൾ വരെ, അങ്ങ് ഖബറിൽ വരെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ സഹായമുണ്ട്. ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹിബി ദഅ ഇലല്ലാഹി ഫൽ മുസ്തംസികൂന ബിഹി മുസ്തംസികൂന ബിഹബ്ലിൻ ഗൈരി മുൻഫസിമി. ആ ഹബീബിനെ ഒരാൾ മുറുകെ പിടിച്ചാൽ അവർക്ക് രക്ഷപ്പെടാതിരിക്കാൻ കഴിയൂല. അവര് രക്ഷപ്പെടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. വലം യൂദാനുഹു ഫീ ഇൽമിൻ വലാ കറബി. എല്ലാ നബിമാരെക്കാളും അവിടുത്തെ സ്വഭാവവും അവിടുത്തെ ഇൽമും അവിടുത്തെ വിശേഷണങ്ങളും മേലെയാണ് നബിയെ എന്ന് മാത്രമല്ല, വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസു ഗർഫൻ മിനൽ ബഹരി ഔ റസ്ഫൻ മിനദ് ദിയമി. ഏത് നബിമാർക്ക് എന്ത് വലിയ മഹത്വം അല്ലാഹു കൊടുത്തിട്ടുണ്ടെങ്കിലും അതിന് കാരണം അങ്ങയാണ് നബിയെ. ആ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുറുകെ പിടിച്ചു ജീവിച്ചോളൂ, വിജയമുണ്ട്. അതാണ് ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹു. ആ സൗബാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ സ്നേഹിച്ച മഹാനാണ്. റസൂലുള്ളാഹിന്റെ സദസ്സിൽ ഒരു ദിവസം വന്നു. സദസ്സിൽ വന്ന് നോക്കുമ്പോ സൗബാൻ തങ്ങളുടെ മുഖത്തിന്റെ കളർ മാറിയിട്ടുണ്ട്. മുഖത്ത് ദുഃഖം കളം കെട്ടി നിൽക്കുന്നുണ്ട്. ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ സൗബാനെ, നിങ്ങളുടെ കളർ മാറ്റിയ കാരണം എന്താണ്? പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് രോഗമില്ല, വേദനയില്ല. പക്ഷേ ഇദാ ലം അറക ഇസ്തൗഹസ്തു വഹ്ശതൻ ശദീദതൻ ഹത്താ അൽഖാക. അങ്ങേ കാണുന്നത് വരെ എനിക്ക് വലിയ ടെൻഷനാണ് നബിയെ. അങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ എന്റെ മനസ്സ് വലിയ വേദനയാണ് നബിയെ എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ സൗബാൻ റളിയല്ലാഹു അൻഹു. കാരണം അവിടുന്ന് വലിയ മഹാനാണ്. ആ സൗബാൻ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ അല്ലാഹുവിന്റെ റസൂലിനെ അറിഞ്ഞ മഹാനാണ്, സഹാബിയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ അറിഞ്ഞാൽ, മനസ്സിലാക്കിയാൽ ആ ഹബീബിനെ കാണാതിരിക്കാൻ കഴിയൂല. ആ ഹബീബിനെ നിന്ന് ചിന്തയെ വേറൊരു വിഷയത്തിലേക്ക് കൊടുക്കാൻ കഴിയൂല. അവിടെയാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇമാമുന ശഫഈ റളിയല്ലാഹു അൻഹു, ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹു, ഇമാമുന അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, ഔസുൽ അഅ്ലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി, അവരൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു ഖത്വും രണ്ട് ഖത്വും തീർത്തു. കാരണം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളവരുടെ വിശ്വാസമാണ്, അവിടുത്തേക്കുള്ള ഇഷ്ടമാണ്, അല്ലാഹുവിലുള്ള വിശ്വാസമാണ്, അല്ലാഹുവിനോടുള്ള സ്നേഹമാണ്. ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള വലിയ വലിയ മഹാന്മാർ, റിഫാഇ ഇമാമിനെ പോലെയുള്ള മഹാന്മാർ രാത്രിയിൽ 1000 റക്അത്ത് നിസ്കരിച്ചു എന്ന് നമുക്ക് കാണാം. എങ്ങനെയാണ് ഇത് കഴിയുന്നത് എന്ന് നമ്മൾ കണക്കൂട്ടി നോക്കിയിട്ടുണ്ടാകും. വെളിയതാ റമദാനിൽ 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചു കഴിയുമ്പോഴേക്ക് നമ്മുടെ ശരീരം തളർന്നു പോയി. ആ ഇമാമിങ്ങൾ നിസ്കരിച്ചത് 1000 റക്അത്ത് ആണെങ്കിൽ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു കഅബ ശരീഫിന്റെ കില്ല നോക്കി 1000 റക്അത്ത് നിസ്കരിച്ചു എന്ന് ഇമാമിങ്ങൾ എഴുതി വെച്ചു. കാരണം ബിഹുബ്ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ബഹുമാനമാണ്. അത് മനസ്സിലേക്ക് കടന്നു വന്നാൽ പിന്നെ ഒരു വിഷയത്തിലും ടേസ്റ്റ് ഉണ്ടാകൂല, ഒരു വിഷയത്തിലും താല്പര്യം ഉണ്ടാകൂല. അതാണ് ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് പറഞ്ഞു, നബിയെ എനിക്ക് വേദനയില്ല നബിയെ, രോഗമില്ല നബിയെ, പക്ഷേ ഇസ്തൗഹസ്തു വഹ്ശതൻ നബിയെ, എനിക്ക് അങ്ങയെ കാണുന്നുള്ള അങ്ങേയറ്റ ആഗ്രഹം അത് ഉണ്ടായിട്ട് എന്റെ മനസ്സിന് ഭയങ്കര വേദനയാണ് നബിയെ. ഹത്താ അൽഖാഖ നബിയെ അങ്ങയെ കാണുന്നത് വരെ. അങ്ങനെ നബിയെ ഞാൻ ആഖിറത്തിന്റെ കാര്യം ആലോചിച്ചു നോക്കി നബിയെ. ഞാനിങ്ങനെ ആലോചിച്ചപ്പം ആഖിറത്തിലെങ്ങാനും നബിയെ അങ്ങേ ഞാൻ കണ്ടിട്ടില്ലെങ്കിലോ എന്ന് ഞാൻ പേടിച്ചു നബിയെ. കാരണം വലിയ വലിയ നബിമാരോടുകൂടെ അങ്ങ് വലിയ സ്ഥാനത്തായിരിക്കുമല്ലോ നബിയെ. അപ്പൊ ഞാനതാ സ്വർഗത്തിലേക്ക് കടന്നാൽ തന്നെയും അങ്ങില്ലാത്ത വേറെ ഒരു താഴ്ന്ന സ്ഥലത്തായിരിക്കുമല്ലോ നബിയെ. അപ്പൊ ഞാൻ അങ്ങേ കാണാൻ കഴിയൂലല്ലോ നബിയെ. അതിങ്ങനെ ആലോചിച്ചപ്പോ അങ്ങേ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഈ സദസ്സിൽ വന്നത് എന്ന് സയ്യിദുനാ സൗബാൻ ഇത് പറഞ്ഞതിന്റെ ശേഷം ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളോട് വീണ്ടും പറയുകയാണ്, നബിയേ വഇല്ലം അദ്ഖുലിൽ ജന്ന, ഈ പറഞ്ഞത് എനിക്ക് സ്വർഗ്ഗത്തിൽ സീറ്റ് ഉണ്ടെങ്കിലാണ്. ഇനി എങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ആ സ്വർഗ്ഗത്തിൽ സീറ്റ് തന്നിട്ടില്ലെങ്കിലോ ലാ അറാക അബദാ, നബിയെ അങ്ങേ ഒരിക്കലും എനിക്ക് കാണാൻ കഴിയൂലല്ലോ. അതാണ് ഇമാമിങ്ങൾ പറഞ്ഞത്, സ്വർഗത്തിന്റെ ബഹുമാനം അവിടെ നിങ്ങൾ കരുതിയതൊക്കെ ചെയ്യാൻ പറ്റുമെന്നല്ല, മറിച്ച് ആ സ്വർഗത്തിലുണ്ട് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പോഴാണ് ഈ സംഭവം കഴിഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിലുള്ള 69ാമത്തെ ആയത്ത് നമ്മളെ പഠിപ്പിച്ചു, വമയ്യുതിഇല്ലാഹ വർ-റസൂല, ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളവറുകളെയും വഴിപ്പെട്ടാൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അവരെ അല്ലാഹു തആല നിഅമത്ത് ചെയ്ത ഇമാമിങ്ങളുടെ കൂടെയാണ്, മിനൻ നബിയീൻ നബിമാരോട് കൂടെയാണ്, വസ്സിദ്ദീഖീൻ സിദ്ദീഖീങ്ങളുടെ കൂടെയാണ്, വശുഹദാഇ ശുഹദാഇന്റെ കൂടെയാണ്, വസ്സാലിഹീൻ സാലിഹീങ്ങളുടെ കൂടെയാണ്, വഹസുന ഉലൈക റഫീഖാ, ഇതിനേക്കാൾ നല്ല കൂട്ടുകാരെ നമുക്ക് കിട്ടാനുണ്ടോ മുഅ്മിനീങ്ങളെ? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളവറുകളെ വഴിപ്പെട്ടോളൂ, അവിടുത്തെ സ്നേഹിച്ചോളൂ, മനസ്സ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളവറുകൾക്ക് കൊടുത്തോളൂ, മദീനത്തേക്ക് കൊടുത്തോളൂ. ദുനിയാവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്, ആഖിറത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിന് വേണ്ടി മുഅ്മിനീങ്ങളെ സഫായിട്ട് നിർത്തുകയാണ്. ആ സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ ചെറിയ മരത്തിന്റെ കഷ്ണമുണ്ട്. ഈ കഷ്ണം വെച്ചിട്ട് ഓരോ സഹാബികളെയും യുദ്ധത്തിന് വേണ്ടിയാണ് നിരത്തുന്നു ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ സമയം സവാദ് റളിയല്ലാഹു അൻഹു അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ഇതിലാമ സബതന സവാദ് ബിൻ ഖസിയ ബിജരീദത്തിൻ കാനത് ബിയദിഹി, അവിടുത്തെ കയ്യിലുണ്ടായിരുന്ന ഈ ചെറിയ മരക്കഷ്ണം പോലെയുള്ള വസ്തു, ആ വസ്തു
വസ്തുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയാതെ ഒന്ന് സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ സ്പർശിച്ചു പോയി. ഈ അവസരം മുതലെടുത്തു സവാദ് തങ്ങൾ. അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് ലഖദ് ഔജഅതനി, നബിയെ അങ്ങെന്നെ വേദനിപ്പിച്ചു, അതുകൊണ്ട് അങ്ങോട്ട് തിരിച്ചെനിക്ക് അങ്ങോട്ട് പകരം ചെയ്യണം നബിയേ. ഫകശഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തിന്റെ നേതാവായ, ലോകത്തെ ഏറ്റവും കൂടുതൽ തവാദുള്ള, വിനയമുള്ള, ലാളിത്യമുള്ള, ഹലീമായ, ക്ഷമയുള്ള മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ യഥാ ശരീരത്തിൽ നിന്ന് വസ്ത്രം ഉയർത്തിയിട്ട് കാണിച്ചു കൊടുത്തു. അതവിടുത്തെ വയറിന്റെ ഭാഗം കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇസ്തഖിദ്ദ മിന്നീ യാ സവാദ്, സവാദേ ഖിസാസ് എടുത്തോളൂ, തിരിച്ച് ഇങ്ങോട്ടും എന്റെ ശരീരത്തിന് ആ വസ്തു കൊണ്ട് ഇങ്ങോട്ട് സ്പർശിച്ചോളൂ. ഇത് കേട്ടപ്പം ബഹുമാനപ്പെട്ട ഈമാനുള്ള മഹാനാണല്ലോ സവാദ് റളിയല്ലാഹു അൻഹു. ഫഅസ്റഅ സവാദുൻ ഫഹ്തദന റസൂലല്ലാഹ്, വേഗത്തിൽ ഹബീബിനെ കെട്ടിപ്പിടിച്ചു സവാദ് തങ്ങൾ. എന്നിട്ട് ലോകത്ത് സമാനതകളില്ലാത്ത മഹത്വമുള്ള, പരിശുദ്ധമാക്കപ്പെട്ട, ഏറ്റവും ഭംഗിയുള്ള, അല്ലാഹു തആല ശറഫ് നൽകിയ, ബറകത്ത് നൽകിയ അവിടുത്തെ തിരുശരീരം ആറോടണച്ചു പിടിച്ചു. ثم جعل يقبل كشفه, അവിടുത്തെ പരിശുദ്ധമാക്കപ്പെട്ട ഊരയുടെ ഭാഗം, ആ ഊരയുടെ ഭാഗത്ത് സവാദ് റളിയല്ലാഹു അൻഹു ചുംബനങ്ങൾ നൽകി. എന്നിട്ട് പറയാണ്, നബിയേ അങ്ങേ വേദനിപ്പിക്കാനല്ല, സവാദ് തങ്ങൾക്ക് തിരിച്ചങ്ങോട്ട് പകരം ചോദിക്കാനല്ല നബിയേ. ഞാൻ യുദ്ധത്തിൽ നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോയി നബിയേ, ലഖദ് ളനൻതു അന്ന ഹാദൽ മഖാമ ഹുവ ആഖിറുൽ അഹ്ദി ബികാ, ഞാനിതാ എൻ്റെ ജീവിതത്തിന്റെ അവസാന സമയമാകുമോ ഇതെന്ന്, ഈ യുദ്ധത്തിൽ വെച്ച് ഞാൻ കൊല്ലപ്പെടുമോ എന്ന് ഞാൻ പേടിച്ചു പോയി നബിയേ. ഫഅഹബബ്തു അൻ യമുസ്സ ജിൽദി ജിൽദക, അതുകൊണ്ട് നബിയേ എൻ്റെ ശരീരത്തിന്റെ തൊലിയുടെ ഭാഗം, അതങ്ങയുടെ പരിശുദ്ധമാക്കപ്പെട്ട തൊലിയുണ്ടല്ലോ, ആ തൊലിയുമായി ഒന്ന് സ്പർശിച്ചാൽ അത് വലിയ ഭാഗ്യമാണല്ലോ നബിയേ. അതിനുള്ള അവസരം ഞാൻ മുതലെടുത്തതാണ് നബിയേ. എന്തിനാണെന്നറിയോ മുഅ്മിനീങ്ങളെ? കൈലാത്ത മുസ്സനിന്നാ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഞാൻ ആ ഗദ ഹാജരാകുന്ന സമയത്തോ എന്റെ ശരീരം, ആ ശരീരം നരകം സ്പർശിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അവിടുത്തെ കണ്ട കണ്ണുകൾ നരകത്തിൽ വീഴൂല, അവിടുത്തെ സ്പർശിച്ച ശരീരം അത് അല്ലാഹു നരകത്തിലിടൂല. അതാണ് ഇമാമിങ്ങൾ പാടിയത്, അൻത മുൻജീന ഗദാ മിൻ ശഫാഅതിക الصفا من لنا مثلك يا سيدي خير النبي. ലോകത്തെ ഏറ്റവും ഗുണങ്ങളുള്ള നബിമാരുടെ നേതാവായ നബിയേ, അങ്ങയെപ്പോലെ ഒരാളെയും ഞാൻ കാണുന്നില്ല നബിയേ. ഇന്ന് ഈ ലോകത്തും നാളെ ആഖിറത്തിലും ഞങ്ങൾക്ക് രക്ഷയായിട്ടുള്ളത് അങ്ങാണ് നബിയേ. ഇർതകബ്തു അലൽ ഖാത്വ ഗൈറ ഹസ്രിൻ വഅദദ് ലക അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഞങ്ങൾ കണക്കില്ലാതെ, എണ്ണങ്ങൾ തിട്ടപ്പെടുത്താൻ കഴിയാത്ത രൂപത്തിൽ പാപം ചെയ്ത പാവപ്പെട്ട അടിമകളാണ് നബിയേ. അങ്ങയോട് ഞങ്ങൾ പരാതിപ്പെടുന്നു. ഞങ്ങൾക്ക് വേണ്ടതെന്താണെന്നറിയോ നബിയേ? ഇന്നനാനർജൂ ഇലാ കസി ഹൗദിക ലിൽ ആതശ് യൗമ നശ്രി കിതാബിയ സയ്യിദി ഖൈറൻ നബി.
ഞങ്ങളെ നന്മ തിന്മകൾ എഴുതി വെച്ച മുങ്കർ നഖീർ ഞങ്ങളുടെ കിതാബ് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ അവിടെ നിവർത്തപ്പെടുന്ന ദിവസമുണ്ട്. ആ ദിവസത്തിൽ അല്ലാഹുവിന്റെ നബിയെ അങ്ങ് ഹൗദുൽ കൗസർ കൊടുക്കുന്ന സമയമുണ്ട്. ആ ഹൗദുൽ കൗസർ തന്ന് ഞങ്ങളെയും അനുഗ്രഹിക്കുമോ? അസ്സഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫീഖാ വഅഹ്ലനാ ഇല്ലാഹ യാ സയ്യിദി ഖൈറൻ നബി. ഖിയാമത്ത് നാളിൽ അങ്ങ് ശഫാഅത്ത് കൊടുക്കുന്ന മുഅ്മിനീങ്ങളിൽ പാവപ്പെട്ട ഞങ്ങളെയും പെടുത്തണേ എന്ന് ഇമാമിങ്ങൾ അതാ ഖസീദകളിൽ പാടിയില്ലേ, മൗലിദുകളിൽ പാടിയില്ലേ. ഹബീബിനെ ഒരാൾ മനസ്സറിഞ്ഞ് സ്നേഹിച്ച് മുറുകെ പിടിച്ചാൽ അവർക്ക് വിജയമുണ്ടെന്ന് ഇമാമിങ്ങൾ എഴുതി വെച്ചില്ലേ. അതാ ലഹുൻ നജാതു ഫിദ്ദുനിയ വൽ ആഖിറ വൽ വാസിലു ബിഹി ഇലാ കുല്ലി മഹ്ബൂബ്. ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹുവിലേക്ക് എത്താനുള്ള ഏറ്റവും നല്ല കുറുക്കു വഴിയാണ്, അല്ലെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അതാണ് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അത് ഹബീബിന്റെ പാതയാണെന്ന് ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ എഴുതി വെച്ചില്ലേ. അൻഅംത അലൈഹിം എന്നതുകൊണ്ട് ഉദ്ദേശം അത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളവറുകളാണെന്ന് ഇമാമികൾ എഴുതി വെച്ചു. ആ ഇമാമിങ്ങൾ ഹബീബിന്റെ ബഹുമാനം പറഞ്ഞു. റസൂലുള്ളാഹിനെ നേരിട്ട് കണ്ട ഇമാമിങ്ങളുണ്ട്, ഉറക്കിൽ കണ്ട ഇമാമിങ്ങളുണ്ടല്ലോ. അതെല്ലാം അവര് നേടിയെടുത്തത് ബിമദ്ഹി റസൂലില്ലാഹ് അസ്സലാത്തു അലൻ നബി കുല്ലാ വഖ്തിൻ ദായിമാ. ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത് അത് മുഴുവൻ സമയങ്ങളും നിങ്ങൾ ചൊല്ലിക്കോളൂ. എന്നാൽ നജ്മും ഫിസ്സമാ സയ്യിദി ഖൈറൻ നബി. ബഹുമാനപ്പെട്ട മഖ്ദൂം റളിയല്ലാഹു അൻഹു പാടിയില്ലേ മുഅ്മിനീങ്ങളെ, ആ ഹബീബിന്റെ സ്നേഹം, ആ സ്നേഹം കിട്ടാനുള്ള വഴിയാണ് അവിടുന്ന് പഠിപ്പിച്ച ശരീഅത്ത് ജീവിതത്തിൽ കൊണ്ടുവരിക. അവിടുത്തെ പേരിൽ അവിടുത്തെ ബഹുമാനിച്ച് നന്ദി കാണിച്ചുകൊണ്ട് സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചോളൂ, നിസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചോളൂ, ഹജ്ജുകൾ ചെയ്തോളൂ, സൽക്കർമ്മങ്ങൾ ചെയ്തോളൂ. മയ്യത്തിന്റെ കൂടെ നിങ്ങൾ അതാ മയ്യത്തിനെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആ മയ്യത്തിന്റെ കൂടെ പോയിക്കോളൂ. അതേപോലെ വിഷമം അനുഭവിക്കുന്നവനെ സഹായിച്ചോളൂ, അവർക്ക് അതാ സ്വാന്തനം നൽകിക്കോളൂ, മക്കളോട് നല്ല ലാളിത്യത്തോടുകൂടെ പെരുമാറിക്കോളൂ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി അടുക്കളയുടെ ഉള്ളിന്റെ ഉള്ളിൽ സൂക്ഷിക്കേണ്ട സുന്നത്തുകൾ മുതൽ ഏതാ നമ്മൾ ചെയ്യുന്ന നിസ്കാരം വരെയുള്ള എല്ലാ കർമ്മത്തിലും അവിടുന്ന് പഠിപ്പിച്ച തിരുസുന്നത്ത് കൊണ്ടുവന്നോളൂ. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതുപോലെ അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവും അവിടുത്തെ ഹബീബും ലോകത്തുള്ള എല്ലാ വസ്തുവിനേക്കാളും ഈ രണ്ട് കാര്യങ്ങൾക്ക് നിങ്ങൾ മുൻഗണന കൊടുത്താൽ നിങ്ങൾക്ക് ഈമാനിന്റെ മാധുര്യം രുചിക്കാൻ കഴിയുമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ഈ ചെറിയ ഉപദേശം മാത്രം നിങ്ങളിലേക്ക് കൈമാറി. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഞങ്ങൾ ചൊല്ലിയതും എല്ലാം നീ സ്വാലിഹായ അമലായി ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാ. ഞങ്ങളെ നീ വിജയത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അവിടുത്തെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലാനും അവിടുത്തെ മനസ്സുകൊണ്ട് സ്നേഹിക്കാനും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്തുകളും മദ്ഹുകളും ചൊല്ലുമ്പോ ഞങ്ങളുടെ ഈ മജ്ലിസിൽ അൽഹംദുലില്ലാഹ് നല്ല മഴ വർഷിച്ചപ്പോഴും നല്ല ക്ഷമയോടുകൂടെ മുഅ്മിനീങ്ങൾ വാദ് കേട്ടു നിന്നു. അല്ലാഹുവേ, അവർക്കൊക്കെ നീ ക്ഷമയും ഖബൂലിയത്തും നൽകണേ അല്ലാ. ദീനിന്റെ അഹ്ലുകാരെയും ദീനിനെയും സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളാണ്. അവരുടെ മുഴുവൻ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ അല്ലാ. ഞങ്ങളേത് പാപം ചെയ്തിട്ടുണ്ടെങ്കിലും നീ ആ പാപം കരിച്ച് മാപ്പാക്കി തരണേ അല്ലാ.
ഇൻഷാ അല്ലാഹ് നമുക്കൊരു 3 സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അതിന്റെ ഇടക്ക് സിറാജുൽ ഹുദയുടെ കലണ്ടർ ഈ സദസ്സിൽ ലഭ്യമുണ്ട്. നിങ്ങളാൽ കഴിയുന്നവരൊക്കെ ആ കലണ്ടർ വാങ്ങണം. കലണ്ടർ ഉപയോഗിക്കുന്നത് ഡേറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അത് നിങ്ങളുടെ അടുത്തൊക്കെ ഡേറ്റ് നോക്കാൻ ഇപ്പം കലണ്ടറിന്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ കലണ്ടറിന്റെ ആവശ്യം തന്നെ ലോകത്ത് എടുത്തുപോയൊരു കാലഘട്ടമാണ്. കലണ്ടർ നമ്മൾ മൊബൈലിൽ നോക്കിയാലും കലണ്ടർ ഉണ്ടാകും, TV-യിൽ നോക്കിയാലും ഉണ്ടാകും. മൊബൈൽ നമ്മുടെ കൂടെ ഇല്ലാത്ത ഒരു സമയമില്ല. കലണ്ടർ എന്ന് പറഞ്ഞാൽ അത് സ്ഥാപനത്തിനൊരു ഒരു പ്രചരണവും അതേപോലെ ബഹുമാനപ്പെട്ട ഉസ്താദുമാർക്കും അതേപോലെ മുത്തഅല്ലിമീങ്ങൾക്കും ഭക്ഷണം കൊടുക്കാനുള്ള ഒരു വലിയ വസീലയാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ ആ കലണ്ടർ കൈപ്പറ്റി നിങ്ങളാൽ കഴിയുന്ന നല്ല സംഭാവനകൾ നിങ്ങൾ അവരുടെ കയ്യിൽ കൊടുക്കണം. അതേപോലെ നമ്മുടെ പരിപാടിക്ക് സഹായിച്ചവരുണ്ട്, ഇതുമായി ബന്ധപ്പെട്ടവരുടെ എല്ലാവർക്കും അല്ലാഹു തആല ഖൈർ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ പേരിൽ മൗലിദ് കഴിച്ചതുകൊണ്ട് അവിടുത്തെ ബഹുമാനം പറഞ്ഞതുകൊണ്ട്, ബഹുമാനം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എവിടെങ്കിലും പറഞ്ഞതല്ല, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതല്ല. നമ്മൾ പറഞ്ഞ മുഴുവൻ ബഹുമാനവും അത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ ഹബീബിന്റെ മൗലിദ് ഓതിയതാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ ബഹുമാനം പറഞ്ഞതാണ്, അതേപോലെ ഹദീസിൽ വന്നതാണ്, ഇമാമിങ്ങൾ എഴുതി വെച്ചതാണ്. അതല്ലാത്തതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الله آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم اغفر لنا ذنوبنا وخطايانا كلها. اللهم انعشنا واجبرنا واهدنا لصالح الأعمال والأخلاق. اللهم اغفر لنا ذنوبنا وخطايانا. اللهم اغفر لنا ذنوبنا وخطايانا وإن لم تغفر لنا ومن يغفر لنا يا ربنا أوصل اللهم وما قرأناه من القرآن كالعظيم وما قرأناه من مولد رسول الله صلى الله عليه وسلم إلى حضرة سيدنا محمد صلى الله عليه وسلم وإلى حضرة من ماتوا منا من آبائنا وإخواننا وزواجنا. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയപ്പോൾ ഈ കസേരയിൽ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ ഇന്ന് ഞങ്ങളുടെ കൂടെയില്ല. അവർ ഞങ്ങളുടെ ചാരത്ത് തന്നെ ഈ പള്ളിയുടെ പള്ളിക്കാട്ടിലാണ്. അല്ലാഹുവേ, അവരുടെ ഖബറിലെ ഈ സദസ്സിന്റെ സന്തോഷം നീ എത്തിക്കണേ അല്ലാ. ഞങ്ങളും ഖബറിലേക്ക് മടങ്ങി പോകേണ്ടവരാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഖബറും നീ സ്വർഗ്ഗപൂതോപ്പാക്കണേ അല്ലാ. ഖബർ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ വിട്ടുപിരിഞ്ഞ ഉപ്പാപ്പമാര്, ഉമ്മാമ്മമാര്, ഉപ്പമാര്, അവരുടെയൊക്കെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. റബ്ബേ, ഈ പരിപാടിക്ക് സഹായിച്ചവർ, ഇതിന്റെ സംഘാടകർ, ഇതുമായി ബന്ധപ്പെട്ടവർ, ഇതിനു വേണ്ടി അതാ ഒരു അക്ഷരം പോലും സംസാരിച്ചവർ, അവർക്കൊക്കെ നിന്റെ റഹ്മത്ത് നൽകണേ അല്ലാ. നിന്റെ നദറയുണ്ടാകണേ അല്ലാ. അവരുടെയും ഞങ്ങളുടെയും ജീവിതത്തിലോ ഞങ്ങളുടെ വിഷയത്തിലോ ബിസിനസ്സിലോ ഏത് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നീ അത് പരിഹരിക്കണേ അല്ലാ. ഇസ്സത്തിലാക്കി തരണേ അല്ലാ. ഫഖർ കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളെ ഹബീബിന്റെ ബഹുമാനം പറഞ്ഞത് നീ ഹബീബിന്റെ ബഹുമാനം പറഞ്ഞിട്ടുണ്ട്. നീ അല്ലാഹുവിന്റെ ഹബീബിനെ ബഹുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളും ഹബീബിനെ ബഹുമാനിക്കുകയാണ്. മാത്രമല്ല, അവിടുന്ന് ഞങ്ങളുടെ നേതാവാണ്. ഞങ്ങൾക്ക് നന്മകൾ പഠിപ്പിച്ച നേതാവാണ്. അവിടുത്തെ പേര് പറയാതെ ഒരാൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കഴിയൂലല്ലോ. ആ ഹബീബിനെ മുൻനിർത്തി നിന്നോട് ചോദിക്കുന്നു അല്ലാ,
ഞങ്ങളുടെ ശരീരത്തിലോ ഞങ്ങളുടെ കുടുംബത്തിലോ സന്താന പരമ്പരയിലോ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ ആര് എന്ത് പ്രശ്നത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ നീ പെട്ടെന്ന് തന്നെ സലാമത്താക്കണേ അല്ലാ, ഫതഹ് നൽകണേ അല്ലാ. ഞങ്ങളെ ശരീരത്തിലോ അവരിലോ എന്ത് അസുഖം നീ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ പിൻവലിക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും ശിഫ നൽകണേ അല്ലാ. ഇവിടെ ഭക്ഷണം സ്പോൺസർ ചെയ്തവർ, പരിപാടിക്ക് പല രീതിയിൽ സംഭാവന ചെയ്തവർ, അവർക്കൊക്കെ നിന്റെ സഹായം നൽകണേ അല്ലാ. ഹബീബിന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഇവിടെ പങ്കെടുത്ത ഒരാളെയും നീ ഹായിബാക്കല്ലേ അല്ലാ. ഒരാളെയും അവിടുത്തെ സദസ്സിൽ നിന്ന് അട്ടിയോടിക്കപ്പെടുന്ന അതാ മനുഷ്യരിൽ നീ പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ധാരാളം തവണ മദീനത്ത് പോകണം, കഅബ ശരീഫ് ഒന്ന് പോയി ഞങ്ങൾക്ക് തവാഫ് ചെയ്യണം. മദീനത്ത് പോയി റൗളയുടെ മുന്നിൽ നിന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ നബിയല്ലാഹ് എന്ന് പറഞ്ഞ് അവിടുത്തേക്ക് സ്വലാത്തും സലാമും ചൊല്ലണം. അതിനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അതാ വീട് പൂർത്തിയാകാത്തവർ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അതേപോലെ പ്രശ്നങ്ങളും നേരിടുന്നവർ, എല്ലാവരുടെ മനസ്സിലുള്ള ഉദ്ദേശവും അറിയുന്ന രാജാതി രാജാവാണല്ലോ നീ. അൻത അല്ലാമുൽ ഗുയൂബ്, നഹ്നു അബീദുക ദുഅഫാഉൽ ഫുഖറാഉൽ മസാകീൻ, ഫർരിജ് ഹുമൂമനാ വക്ഷിഫ് كروبنا واقض الدين عن المدينين. اللهم سلمنا وسلم ما معنا وسلم من معنا من كل مشقة ومضرة يا رب العالمين. ഞങ്ങൾക്ക് ഹബീബിനെ സ്നേഹിക്കാനും മഹബത്ത് വെക്കാനുമുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അവിടുത്തെ മൗലിദ് കഴിക്കുന്ന മുഅ്മിനീങ്ങളിൽ പെടുത്തണേ അല്ലാ. അതിന് ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളെ സന്താന പരമ്പരകളെയും ശിർക്കിൽ നിന്നും കുഫറിൽ നിന്നും യുക്തിവാദത്തിൽ നിന്നും തിന്മയിൽ നിന്നും അഡിക്ഷനിൽ നിന്നും ലഹരിയിൽ നിന്നും മദ്യത്തിൽ നിന്നും ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും നീ ഹിഫ്ള് നൽകണേ അല്ലാ. അവരെയും ഞങ്ങളെയും നീ ഹിദായത്തിൽ നിന്ന് ഹിദായത്തിലേക്ക് നയിക്കണേ അല്ലാ. ഇസ്സത്തിൽ നിന്ന് ഇസ്സത്തിലാക്കണേ അല്ലാ. നിന്റെ നദറയുണ്ടാകണേ അല്ലാ. അവസാനം ഏറ്റവും നല്ലവരുമായി നല്ലതുമായി ബന്ധപ്പെടുന്ന സമയത്ത് അതാ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ കലിമ ഉച്ചരിച്ച് മരിച്ച് നിന്നിലേക്ക് മടങ്ങി വന്ന് ഖബറിലെത്തിയാൽ ഞങ്ങളെ സഹായിക്കാൻ ഹബീബിന്റെ സ്വലാത്ത് നൂറായി വന്ന് ഞങ്ങളെ മനസ്സിന് കൺകുളിർന്ന നൽകണേ അല്ലാ. റബ്ബേ, അതേപോലെ ആഖിറത്തിലെത്തിയാൽ അവിടുത്തെ ശഫാഅത്ത് തന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. സിറാത്ത് പാലത്തിന്റെ മേലെ നടക്കുമ്പോൾ ഞങ്ങൾക്കതാ അവിടുത്തെ സ്വലാത്തുകൾ ഞങ്ങൾക്ക് സഹായമായി നൽകണേ അല്ലാ. അവസാനം സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് സ്വർഗത്തിന്റെ വാതിലിന്റെ വട്ടക്കണ്ണ് പിടിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കും അവിടെ ഒരു സീറ്റ് തരണേ അല്ലാ. അതിന് ഞങ്ങൾ എന്തൊക്കെ ചെയ്യണോ അതിലേക്ക് ഞങ്ങളെ നീ അടുപ്പിക്കണേ അല്ലാ. അതിൽ നിന്ന് ഞങ്ങൾ എന്തൊക്കെ വിഷയങ്ങൾ വിട്ടു നിർത്തുന്നുണ്ടോ ആ വിഷയത്തിൽ നിന്ന് ഞങ്ങളെ നീ തട്ടിമാറ്റണേ അല്ലാ. اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين. علمنا ما ينفعنا وانفعنا بما علمتنا وخلصنا من الفتن والآفات. عجلنا بالفتح يا ربنا. اللهم اسلكنا سلوك السالكين وافتح لنا فتوح العارفين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم. تب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. ربنا اغفر وارحم أنت خير الراحمين. എല്ലാവരോടും ദുആ വസിയത്തോടുകൂടി
ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ വളരെ ക്ഷമയോടുകൂടി അൽഹംദുലില്ലാ നിങ്ങളൊക്കെ ഇരുന്ന സ്ഥലത്ത് വെള്ളം കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ നല്ല സമാധാനത്തിൽ ഇരിക്കുന്നുണ്ടാകും. എഴുന്നേറ്റ് നടന്നു പോകുമ്പോൾ ചിലപ്പോൾ ചളി ഉണ്ടാകും. അതൊക്കെ ഉണ്ടായിട്ടും വളരെ സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ഒരാൾ പോലും എഴുന്നേറ്റ് പോകാതെ, അനാവശ്യമായി എഴുന്നേറ്റ് പോകാതെ സദസ്സിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ അവർകളെ ബഹുമാനിച്ച് ഇവിടെ ഇരുന്നു. അല്ലാഹു തആല അതിന് ഫലമായി അല്ലാഹുവിന്റെ ഹബീബിന്റെ റിളയും അവിടുത്തെ മഹബത്തും നമുക്ക് അല്ലാഹു തആല നൽകുമാറാകട്ടെ എന്ന ദുആ അവസാനമായി നൽകി ദുആകളോടൊക്കെ ദുആവസിയത്തോടുകൂടി വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.